ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം. ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. യുവർ ഫാഷൻ അവർ പാഷൻ. പൈങ്കുളം GUP സ്കൂളിൽ വാങ്ങിയ പുതിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. MP K രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം ക്ഷേമ ദേവസ്വം പാർലമെന്ററി വകുപ്പ് മന്ത്രിയായിരിക്കെ 2023-24 വർഷത്തെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്കൂൾ ബസ് വാങ്ങിയത്. K രാധാകൃഷ്ണൻ MP സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നമ്മുടെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക, പ്രത്യേകിച്ചും നമ്മുടെ പാവപ്പെട്ടവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക. പണ്ടത്തെ പോലെയല്ല, ഏറ്റവും നല്ല സൗകര്യമുള്ളിടത്താണ് കുട്ടികളെ അയക്കാൻ വേണ്ടി രക്ഷകർത്താക്കൾ ആഗ്രഹിക്കുന്നത്. കുട്ടികളും പഠിക്കാൻ പോകാൻ നല്ല സൗകര്യമുള്ള സ്കൂളിലേക്കാണ് തയ്യാറാകുന്നത്. അപ്പോൾ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അത് കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2016 മുതൽ നമ്മുടെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നുള്ള ഒരു പരിപാടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയത്. നമ്മുടെ സ്കൂളുകളെ ഭൗതിക അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുക, അതുവഴി നമ്മുടെ പാവപ്പെട്ടവരുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക. അത് വലിയ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കഴിഞ്ഞു. ഏകദേശം 5600 കോടിയിൽ പരം രൂപയാണ് നമ്മുടെ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ചെലവഴിച്ചത്. അതോടൊപ്പം തന്നെ ആധുനിക സാങ്കേതിക വിദ്യ അടക്കം നമ്മുടെ കുട്ടികൾക്ക് സ്വായത്തമാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി. സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്കൊന്നും തന്നെ ആധുനിക സാങ്കേതിക വിദ്യ കരസ്ഥമാക്കാനുള്ള സൗകര്യം ഉണ്ടാകില്ല. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വിരൽത്തുമ്പിൽ തന്നെ അവർക്കും ആധുനിക സാങ്കേതിക വിദ്യ നേടാനുള്ള അവസരമാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പാവപ്പെട്ടവരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളുകളെ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അന്നും വ്യത്യസ്തമായിക്കൊണ്ട് പാവപ്പെട്ടവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളെ കൂടുതൽ ശ്രദ്ധിക്കുകയും അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും. അതിൻ്റെ ഫലമായിക്കൊണ്ട് പഠന നിലവാരവും മെച്ചപ്പെടുന്നു. അത് ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ ഇനിയും കൂടുതൽ മെച്ചപ്പെടും. MLA UR പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷനായി. കുട്ടികൾക്ക് സ്കൂളിൽ എത്തിച്ചേരാൻ സ്കൂൾ ബസ് അതിനനുവദിക്കുകയും അതിന് നടപടിക്രമം പൂർത്തീകരിച്ച് ഇപ്പോൾ സ്കൂളിലേക്ക് കൈമാറി കൊടുക്കുകയാണ്. ഒട്ടേറെ ഇതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെല്ലാം മാറ്റിയാണ് നമുക്ക് ഇവിടെ വണ്ടി കിട്ടിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയായിരുന്നു. സ്കൂളിൽ നല്ല ഇടപെടലും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയും ശ്രദ്ധയും എല്ലാം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വണ്ടിയില്ല. ആ വണ്ടി കൂടെ ഉണ്ടെങ്കിൽ ഇനിയും കുട്ടികളുടെ എണ്ണം കൂടും എന്നാണ് അധ്യാപകരും PTA പറഞ്ഞപ്പോൾ അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾ പ്രതീക്ഷിക്കുന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അത്തരം ഇടപെടൽ, സൂക്ഷ്മത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി MP-യും അതുപോലെ തന്നെ MLA-യും എല്ലാം നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായി അവർക്കു ചുറ്റും പഠിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മാറിപ്പോയിക്കൂടാ എന്ന കഠിനമായ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്.
സ്കൂൾ പ്രധാന അധ്യാപകൻ പി.കെ. ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ. ഗോവിന്ദൻ, പഴയന്നൂർ BRC BPC കെ. പ്രമോദ്, വിദ്യാലയ വികസന സമിതി ചെയർമാൻ ടി. ചന്ദ്രശേഖരൻ, SMC ചെയർമാൻ പി.കെ. ഗിരീഷ്, MPTA പ്രസിഡന്റ് PM മിനി, സ്റ്റാഫ് സെക്രട്ടറി കെ. ഹംസ നിസാർ, സ്കൂൾ ലീഡർ പി.കെ. അതുൽ കൃഷ്ണ, PTA പ്രസിഡന്റ് KV സുരേഷ് ബാബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ചടങ്ങിൽ USS നേടിയ വിദ്യാർത്ഥികൾക്കും വിവിധ മത്സര പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള ആദരവും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ.